ഇതിൽ നമ്മൾ മെയിനായിട്ടും പറയുന്നത് 2025, 24 പിന്നെ 23 കുറച്ച് പറയുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ 2024ലെയും 25ലെയും തീർക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ബുക്കിന്റെ പേര്, അതിൻ്റെ ഓഥറിന്റെ പേര്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ പറഞ്ഞു പോകാം. ആദ്യത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ മാർച്ച് ഓഫ് ഗ്ലോറി. ഇതിനകത്ത് എന്തിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ 1975 ഹോക്കി വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ വിക്ടറിയാണ്, ഇന്ത്യയുടെ വിജയത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ബുക്കിനകത്ത് പറയുന്നത്, മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന ബുക്കിൽ. ഇതാരാണ് ഈ ബുക്ക് എഴുതിയിട്ട് വെച്ചാൽ രണ്ടുപേര് ചേർന്നിട്ടാണ് എഴുതിയത്. ഒന്ന് കെ അരുമുഖവും പിന്നെ എറോൾ ഡി ക്രൂസ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എന്താ പറ്റിയിട്ടാണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യ 1975 ഹോക്കി വേൾഡ് കപ്പിൽ വിജയിച്ചതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ബുക്കിനകത്ത് പറയുന്നത്. ഇതൊരു സ്പോർട്സ് ബേസ്ഡ് ബുക്കാണ്. അപ്പോൾ ആരൊക്കെ എഴുതിയിട്ടുള്ളത്? കെ അരുമുഖം അതുപോലെ എറോൾ ഡി ക്രൂസ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഓതേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെംഡ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയ്ദ് ഖിർമാണിയാണ് ഈ ഒരു ബുക്കിന്റെ ഓതർ. ഇതും ഒരു സ്പോർട്സ് ബുക്കാണ് കേട്ടോ. അപ്പോൾ സ്റ്റെംഡ് എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? സെയ്ദ് ഖിർമാണിയുടേതാണ് സ്റ്റെംഡ് എന്ന് പറയുന്ന ബുക്ക്. അടുത്തത് ലിയോ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇതിനകത്ത് ഈ ചെന്നൈ സൂപ്പർ കിങ്സിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ലിയോ എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്നത്. ഇത് ആരെഴുതിയെന്ന് വെച്ചാൽ PS രാമനാണ് എന്ത് എഴുതിയത്? ലിയോ എന്ന് പറയുന്ന ബുക്ക്. ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്? PS രാമനാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഐ ആം എ സോൾജിയേഴ്സ് വൈഫ് എന്ന് പറയുന്ന ബുക്ക്. ഇത് ഗീതിക ലിഡറിന്റെ ബുക്കാണ്. ഐ എം എ സോൾജിയേഴ്സ് വൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടേതാണ്? ഗീതിക ലിഡറിന്റെ ബുക്കാണ്. എന്താ? ഐ എം എ സോൾജിയേഴ്സ് വൈഫ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലൈഫ് ആൻഡ് ദ ലവ് ഓഫ് ടോണി ലിദർ. അപ്പം ഇതിനകത്ത് ആളുടെ ഹസ്ബൻഡിന്റെ ലൈഫും ആളുടെ ലവ് അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ബുക്കിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഐ ആം എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് ഗോപിചന്ദ് P. ഹിന്ദുജയാണ് എഴുതിയത്. അപ്പോൾ ഇത് റിലീസ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധാങ്കർ ആണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് അല്ല, ഇത് ഫോർമർ വൈസ് പ്രസിഡന്റ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീപ് ധാങ്കർ റിലീസ് ചെയ്ത ബുക്കാണ് ഐ ആം. അപ്പോൾ ചിലപ്പോൾ റിലീസ് ചെയ്ത ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജഗദീപ് ധാങ്കർ ആണ് റിലീസ് ചെയ്തത്. ഓതർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപിചന്ദ് P. ഹിന്ദുജയാണ് എന്താ ഈ ബുക്കിന്റെ ഐ ആം എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത്. അടുത്ത ദ ന്യൂ ഐക്കൺ സവാർക്കർ ആൻഡ് ദ ഫാക്ട് എന്ന് പറയുന്ന ബുക്ക്. ഇത് അരുൺ ഷൗറിയുടെ ബുക്കാണ്. ദ ന്യൂ ഐക്കൺ സവാർക്കർ ആൻഡ് ദ ഫാക്ട് എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? അരുൺ ഷൗറിയുടെ ബുക്കാണ്. ദ ന്യൂ ഐക്കൺ സവാർക്കർ ആൻഡ് ദ ഫാക്ട് എന്ന് പറയുന്ന ബുക്ക്. ഇനി അടുത്തത് ലൈഫ് ഓൺ മാർസ് കളക്റ്റഡ് സ്റ്റോറീസ് എന്ന് പറയുന്നത് ആരാ എഴുതിയത്? നമിത ഘോഗലെയാണ് ഈ ഒരു ബുക്ക് എഴുതിയത്. നമിത ഘോഗലയുടെ വർക്കാണ് ദ ലൈഫ് ഓൺ മാർസ് കളക്റ്റഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ബുക്ക്. ലൈഫ് ഓൺ മാർസ് കളക്റ്റഡ് സ്റ്റോറീസ് ആരാ എഴുതിയത്? നമിത ഘോഗലെയാണ് എഴുതിയത്. ഇനി രാം മന്ദിർ രാഷ്ട്ര മന്ദിർ ആഗ് സച്ച് വിരാസത് ഈ പറയുന്ന ബുക്ക് എഴുതിയത് ഗീതാ സിംഗ് ആണ്. ഇത് റിലീസ് ചെയ്തത് ബീഹാർ ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇത് റിലീസ് ചെയ്തത്. അപ്പോൾ ഇവിടെ വൈസ് പ്രസിഡന്റ് അല്ല, ഇവിടെ ആരാണ്? ഗവർണറാണ്. ബീഹാർ ഗവർണർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്ത് റിലീസ് ചെയ്തത്? ഈ പറഞ്ഞ രാമ മന്ദിർ രാഷ്ട്ര മന്ദിർ ആഗ് സച്ച് വിരാസത് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് മെൻഷൻ ചെയ്ത്. ഒരു മിനിറ്റ്. ഓക്കെ, നോക്കിക്കോ. അപ്പം നമ്മൾ പറഞ്ഞത് രാം മന്ദിർ രാഷ്ട്ര മന്ദിർ ആഗ് സച്ച് വിരാസത് എന്ന് പറയുന്ന ബുക്ക്. ഇത് എഴുതിയത് ഗീതാ സിംഗ് ആണ്. ആരാ റിലീസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഇത് റിലീസ് ചെയ്തത്. അടുത്ത് നമ്മൾ നോക്കുന്ന ബുക്ക് ബ്രിങ് ഇറ്റ് ഓൺ ദി ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ബുക്കാണ്. ഇതാരാ എഴുതിയിരിക്കുന്നത്? ദീപിക മാലിക് ആണ് ഇത് എഴുതിയത്.
അപ്പോൾ ദീപിക മാലിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ആള് ഒരു ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ്. ഹരിയാനയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ്. ആളുടെ സ്പോർട്സ് എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് പുട്ട് ആണ് ആളുടെ സ്പോർട്സ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ മെഡൽ ഇൻ പാരാലിമ്പിക് ഗെയിംസിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വുമണ് എന്തായിട്ടാണ് ഒരു മെഡൽ കിട്ടുന്നത്. സിൽവർ മെഡലാണ് കിട്ടിയത്. ഏത് പാരാലിമ്പിക്സ് ആണ്? 2016 സമ്മർ പാരാലിമ്പിക്സിലാണ് ആൾക്കെതിരെ ഒരു മെഡൽ കിട്ടുന്നത്, സിൽവർ മെഡൽ കിട്ടുന്നത്. അപ്പം ദീപിക മാലിക്കിന്റെ ബുക്കാണ് ബ്രിങ് ഇറ്റ് ഓൺ ദി ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ്. ആൾ ഹരിയാനയിൽ നിന്നുള്ള ആളാണ്. ഇനി നമ്മൾ പറയുന്നത് എന്താ ബുക്കർ പ്രൈസ് 2024 കിട്ടിയത് ആർക്കാണ്? ബുക്കർ പ്രൈസ് 2024 കിട്ടിയത് സമന്ത ഹാർവേ എന്ന് പറയുന്ന ആൾക്കാണ് കിട്ടിയത്. അപ്പൊ ഈ ഏത് നോവലിനാണ് കിട്ടിയത്? ഓർബിറ്റൽ എന്ന് പറയുന്ന ആളുടെ നോവലിനാണ് ഈ ഒരു ബുക്കർ പ്രൈസ് സമന്ത ഹാർവേക്ക് കിട്ടിയത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫിക്ഷൻ ആണ് ഈ ഒരു ബുക്ക്. ഇത് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിരിക്കുന്ന ബുക്കാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്കർ പ്രൈസ് 2024 ആണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ അത് ജെന്നി എർപ്പൻബെക്കിനാണ് കിട്ടിയത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കാണ്. ഇത് ജസ്റ്റ് ബുക്കർ പ്രൈസ് 2024 ചോദിക്കുകയാണെങ്കിൽ സമന്ത ഹാർവേയും, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ചോദിക്കുകയാണെങ്കിൽ അത് ജെന്നി എർപ്പൻബെക്കിനുമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് പാർലമെന്റ് പവർ ഫംഗ്ഷൻ ആൻഡ് പ്രിവിലേജ് എന്ന് പറയുന്ന ബുക്ക്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ KS ചൗഹാൻ ആണ് എഴുതിയത്. ആരാണ് ഓദർ? പാർലമെന്റ് പവർ ഫംഗ്ഷൻ ആൻഡ് പ്രിവിലേജ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓദർ ആരാ? KS ചൗഹാൻ ആണ് അതിന്റെ ഓദർ. ഈ ബുക്ക് റിലീസ് ചെയ്തും ജഗദീപ് ധാങ്കർ ആണ്. അപ്പൊ മെയിനായിട്ട് ഈ കുറച്ച് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ബുക്കുകളൊക്കെ മിക്കതും വൈസ് പ്രസിഡൻസ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പൊ ജഗദീപ് ധാങ്കർ റിലീസ് ചെയ്ത ബുക്കാണ് എന്ത്? പാർലമെന്റ് പവർ ഫംഗ്ഷൻ ആൻഡ് പ്രിവിലേജ് എന്ന് പറയുന്ന ബുക്ക്. അതാരെ എഴുതിയത്? KS ചൗഹാൻ ആണ് എഴുതിയത്. ഇനി ദ വേൾഡ് ആഫ്റ്റർ ഗാസ എ ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് പങ്കജ് മിശ്രയാണ്. അത് എഴുതിയത് എന്താ? ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് പങ്കജ് മിശ്രയാണ്. പിന്നെ മൈ ബിലോവ്ഡ് ലൈഫ് എന്ന് പറയുന്ന ബുക്ക് എഴുതാരാ? അമിതാഭ കുമാർ ആണ്. മൈ ബിലോവ്ഡ് ലൈഫ് എഴുതിയത് അമിതാഭ കുമാർ. പിന്നെ ഫ്രണ്ട്സ് ഇന്ത്യസ് ക്ലോസസ്റ്റ് സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാണെന്ന് ചോദിച്ചാൽ ശ്രീറാം ശൗലിയ എന്ന് പറഞ്ഞ ആളാണ് ഫ്രണ്ട്സ് ഇന്ത്യസ് ക്ലോസസ്റ്റ് സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ആരെഴുതിയത്? ശ്രീറാം ശൗലിയ എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയത്. അടുത്തത് സ്പീക്കിംഗ് വിത്ത് നേച്ചർ ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക്. ഇത് എഴുതിയത് രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന ആളാണ് ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് അല്ലെങ്കിൽ സ്പീക്കിംഗ് വിത്ത് നേച്ചർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. ആരെഴുതിയത്? രാമചന്ദ്ര ഗുഹ എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ നമുക്ക് സ്പീക്കിംഗ് വിത്ത് നേച്ചറിൽ ഒരു സംഭവമാണല്ലോ ഗുഹ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. നേച്ചർ, ഗുഹ, കേവ്സ് അങ്ങനെ പഠിക്കുവാണെങ്കിൽ എന്താണ്? രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന ആളാണ് എന്ത് എഴുതിയത്? സ്പീക്കിംഗ് വിത്ത് നേച്ചർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. പിന്നെ മാ മദർ എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് ദേവേന്ദ്ര കുമാർ ചോദാവട്ട് എന്ന് പറയുന്ന ആളാണ്. ദേവേന്ദ്ര കുമാർ ധോദാവട്ട് എന്ന് പറയുന്ന ആളാണ് എന്ത് എഴുതിയത്? മാ മദർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ഇത് ലോഞ്ച് ചെയ്തത് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ ആയിട്ടുള്ള അർജുൻ രാം മെഗ്വാൾ എന്ന് പറഞ്ഞ ആളാണ് എന്ത് ലോഞ്ച് ചെയ്തത്? ഈ പറയുന്ന ബുക്ക് ലോഞ്ച് ചെയ്തത്. മാ മദർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ദേവേന്ദ്ര കുമാർ ധോദാവട്ട് ആണെങ്കിൽ ഇത് ലോഞ്ച് ചെയ്ത ആളെന്ന് ചോദിച്ചാൽ അർജുൻ രാം മെഗ്വാൾ ആണ് ഇതെന്ത് ചെയ്തത്? ലോഞ്ച് ചെയ്തത്. ആള് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്റ്റർ ആണ്. പിന്നെ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് S ജയശങ്കർ ആണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാ? S ജയശങ്കർ ആണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. പിന്നെ ഖാക്കി മെയിൻ സീതാ പ്രഖ്യ എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് അനിൽ രത്തൂരി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. അതൊരു ഹിന്ദി ബുക്കാണ്. അപ്പം ഖാക്കി മെയിൻ സീതാ പ്രാഖ്യ എന്ന് പറയുന്ന ബുക്ക് ആരാ എഴുതിയത്? അനിൽ രത്തൂരി ആണ് എഴുതിയത്. ഇനി വാർ എന്ന് പറഞ്ഞ ബുക്ക് ആരാ എഴുതിയത്? ബോബ് വുഡ്വാർഡ് ആണ് വാർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ആളുടെ പേരിൽ തന്നെ ഒരു വാർ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ബോബ് വുഡ്വാർഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം അതിനകത്ത് ലാസ്റ്റ് വാർ ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ആളുടെ ബുക്കിന്റെ പേര് വാർ എന്ന് നമുക്ക് പഠിക്കാം. പിന്നെ മൗണ്ടൻ മാമൽസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് MK രഞ്ജിത് സിംഗ് ആണ്. മൗണ്ടൻ മാമൽസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്.
അപ്പം മൗണ്ടൻ മാമൽസ് ഓഫ് ദ വേൾഡ് എഴുതിയാൽ MK രഞ്ജിത് സിംഗ് ആണ് എന്താ പറഞ്ഞ ഈ ഒരു മൗണ്ടൻ മാമൽസ് ഓഫ് ദ വേൾഡ് എഴുതിയത്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് അമിത്ഷാ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അമിത്ഷാ എഴുതിയ ബുക്കാണ് എന്തെന്ന് പറഞ്ഞത് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് അമിത്ഷാ ആണ്. അതിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ഓഥറല്ല, ആ ബുക്ക് ലോഞ്ച് ചെയ്തത് ബുക്ക് ലോഞ്ച് ചെയ്തത് ആരാണ്? അമിത്ഷാ ആണ് ആ ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ലോഞ്ച് ചെയ്ത ആളുടെ പേര് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഓഥറിൻ്റെ പേര് കാണുന്നില്ല. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്ത് ഈ ബുക്ക് ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അമിത്ഷാ ആണ് ലോഞ്ച് ചെയ്തത്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് ലോഞ്ച് ചെയ്തത് അമിത്ഷാ ആണ്. പിന്നെ ജംഷെഡ്ജി ടാറ്റ പവർഫുൾ ലേണിംഗ്സ് ഫോർ കോപ്പറേറ്റീവ് സക്സസ് എന്ന് പറയുന്ന ബുക്ക്, ആ ബുക്കിൻ്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് പേരുണ്ട്, ഹരീഷ് ഭാട്ടും അതുപോലെ ആർ ഗോപാലകൃഷ്ണൻ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്തത് ജംഷെഡ്ജി ടാറ്റ പവർഫുൾ ലേണിംഗ്സ് ഫോർ കോപ്പറേറ്റീവ് സക്സസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാ? ഹരീഷ് ഭാട്ടും ആർ ഗോപാലകൃഷ്ണനും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയർ എന്ന് പറയുന്ന ബുക്ക്, ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ളത് സുദീപ്ത സെൻഗുപ്ത എന്ന് പറഞ്ഞ ആളാണ്. ബ്രേക്കിംഗ് റോക്സ് ആൻഡ് ബാരിയർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് സുദീപ്ത സെൻഗുപ്ത എന്ന് പറയുന്ന ആളാണ് എഴുതിയത്. ഇനി ഫ്രം ഓയിൽ ടു ലിഥിയം നേവിഗേറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് എനർജി എന്ന് പറയുന്ന ബുക്ക്, അത് എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൽദീപ് ഗുപ്തയാണ് എഴുതിയത്. എന്നാണ് ഫ്രം ഓയിൽ ടു ലിഥിയം നേവിഗേറ്റിംഗ് ദി ഫ്യൂച്ചർ ഓഫ് എനർജി എന്ന് പറയുന്ന ആരാ എഴുതിയത്? കുൽദീപ് ഗുപ്തയാണ് ഈ ഒരു ബുക്ക് എഴുതിയത്. ഇനി മോദീസ് ഗവർണൻസ് സ്ട്രിംഫ് എന്ന് പറയുന്ന ബുക്ക്, ഈ ബുക്ക് എഴുതിയത് തരുൺ ചുഗ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ മോദീസ് ഗവർണൻസ് സ്ട്രിംഫ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ തരുൺ ചുഗ് എന്ന് പറയുന്ന ആളാണ്. പിന്നെ നോബൽ പ്രൈസ് 2024 ഇൻ ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് വിൻ ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാൻ കാങ് ആണ്. ആളൊരു സൗത്ത് കൊറിയൻ ഒരു ഒറിജിനുള്ള ആളാണ്. അപ്പം ആൾക്കാണ് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് 2024 കിട്ടിയത്. ആളുടെ ഫേമസ് ആയിട്ടുള്ള നോവൽ ഏതാന്ന് ചോദിച്ചാൽ ദ വെജിറ്റേറിയൻ എന്ന് പറയുന്നതാണ് ആളുടെ ഫേമസ് നോവൽ. അപ്പോൾ ആൾക്കാണ് ഹാൻ കാങ് എന്ന് പറയുന്ന ആൾക്കാണ് നോബൽ പ്രൈസ് 2024 ലിറ്ററേച്ചറിൽ കിട്ടുന്നത്. പിന്നെ ഇന്ത്യ അറ്റ് 100 എൻവിഷനിങ് ടുമാറോസ് എക്കണോമിക് പവർ ഹൗസ് എന്ന് പറയുന്ന ബുക്ക്, അതിൻ്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഥർ KV സുബ്രഹ്മണ്യൻ ആണ്. ഇത് ലോഞ്ച് ചെയ്തത് പീയൂഷ് ഗോയൽ ആണ്. മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയൽ ആണ് എന്ത് ലോഞ്ച് ചെയ്തത്? ഇന്ത്യ അറ്റ് 100 എൻവിഷിംഗ് ടുമാറോസ് എക്കണോമിക് പവർ ഹൗസ് എന്ന് പറയുന്ന ബുക്ക് ലോഞ്ച് ചെയ്ത ആള്. അത് എഴുതിയത് KV സുബ്രഹ്മണ്യൻ ആണ് എഴുതിയത്. അടുത്തത് ഇത് സയൻറ്റിസ്റ്റ് എൻ്റർപ്രിനർ എംപവറിംഗ് മില്യൺസ് ഓഫ് വുമൺ എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ആരുടെ ഓട്ടോബയോഗ്രഫി ആയി പറഞ്ഞ സയൻറ്റിസ്റ്റ് എൻ്റർപ്രിനേഴ്സ് എംപവറിംഗ് മില്യൺസ് ഓഫ് വുമൺ എന്ന് പറയുന്നത് കൽപ്പന ശങ്കർ എന്ന് പറയുന്ന ആളുടെ ഓട്ടോബയോഗ്രഫിയാണ് ഈ പറയുന്ന സയൻറ്റിസ്റ്റ് എൻ്റർപ്രിനർ എന്ന് പറയുന്നത്. പിന്നെ ശ്രീരാമ ഇൻ തമിഴകം ആൻഡ് ഇൻസെപ്പറബിൾ ബോണ്ട് എന്ന് പറയുന്ന ബുക്ക്, ഈ ബുക്ക് എഴുതിയത് ഡോക്ടർ DK ഹരി അതുപോലെ തന്നെ ഡോക്ടർ DK ഹേമ ഹരി. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ശ്രീരാമ ഇൻ തമിഴകം ആൻഡ് ഇൻസെപ്പറബിൾ ബോണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് എഴുതിയത്. ഇത് റിലീസ് ചെയ്തത് RN രവി ആണ്. അത് ഗവർണർ ഓഫ് തമിഴ്നാട്ടിലെ ഗവർണർ ആയിട്ടുള്ള RN രവി റിലീസ് ചെയ്ത ബുക്കാണിത്. ശ്രീരാമ ഇൻ തമിഴകം ആൻഡ് ഇൻസെപ്പറബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് എഴുതിയത് രണ്ടുപേര് ചേർന്നാണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. രണ്ടിൽ ഹരിയുണ്ട്, ഡോക്ടർ DK ഹരി ആൻഡ് ഡോക്ടർ DK ഹേമ ഹരി. അപ്പം അത് വെച്ചിട്ട് അവരുടെ പേര് പഠിച്ചാൽ മതി. അടുത്തത് മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്ന് പറയുന്ന ബുക്ക്, ഇത് ആരുടെയാണ്? പീയൂഷ് പാണ്ഡെയുടെ ബുക്കാണ്. മനോജ് ബാജ്പേയി ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്ന് പറയുന്നത് പീയൂഷ് പാണ്ഡെയുടെ ബുക്കാണ്. അടുത്തത് അൺകോമൺ ലവ് എന്ന് പറയുന്ന ആ ബുക്ക് ആരുടേതാ? അത് ചിത്ര ബാനർജി ദീവ കരുണി എന്ന് പറയുന്ന ആളുടേതാണ് അൺകോമൺ ലവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സുധ നാരായണമൂർത്തി, ഇവരുടെ രണ്ടുപേരുടെയും ഒരു പണ്ടത്തെ ലൈഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ചിത്ര ബാനർജി ദീവകരുണിയാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. പിന്നെ പവർ വിത്തിൻ എന്ന് പറയുന്ന ബുക്ക്, ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാ? ഡോക്ടർ R ബാലസുബ്രഹ്മണ്യം. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ
എന്താ പ്രൈം മിനിസ്റ്ററിനെ പറ്റിയിട്ട് കുറേ ബുക്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പവർ വിത്തിൻ എന്ന് പറയുന്ന ബുക്കിനകത്ത് മെയിനായിട്ടും പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു ലീഡർഷിപ്പ് ലീഗസീനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ബുക്ക് എഴുതിയത് ഡോക്ടർ ആർ സുബ്രഹ്മണ്യം ആണ് എഴുതിയത്. ഇനി എഡ് ഫൈൻഡ്സ് എ ഹോം എന്ന് പറയുന്ന ബുക്ക് ആലിയ ഭട്ടിൻ്റെ ബുക്കാണ്. ആലിയ ഭട്ട് എഴുതിയതാണ് എന്താ എഡ് ഫൈൻഡ്സ് എ ഹോം എന്ന് പറയുന്ന ബുക്ക്. അടുത്ത സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? ബിൽ ഗേറ്റ്സിന്റെ ബുക്കാണ്. സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണ്? ബിൽ ഗേറ്റ്സിന്റെ ബുക്കാണ്. അടുത്ത ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ ബുക്കർ പ്രൈസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ജെന്നി എർപ്പൻബെക്കിനാണ്. ആളൊരു ജർമ്മൻകാരനാണ്. അപ്പോൾ ആൾക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത്. ഏത് നോവലിന് വേണ്ടിയിട്ടാണ് ആൾക്ക് ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയെന്ന് ചോദിച്ചാൽ കൈറോസ് എന്ന് പറയുന്ന നോവലിനാണ് ജെന്നി എർപ്പൻബെക്കിന് ഈ ഒരു ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടി. ഇത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ആണ്. നേരത്തെ നമ്മൾ ബുക്കർ പ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും 2024 തന്നെയാണ്. പിന്നെ നൈഫ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് സൽമാൻ റുഷ്ഡി എന്ന് പറയുന്ന ആളാണ് നൈഫ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ. അത് നമുക്ക് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ആളുടെ പേരിന്റെ ലാസ്റ്റിൽ ഡൈ ഉണ്ടല്ലോ. അപ്പോൾ കത്തി വെച്ച് കുത്തി എന്ന് നമ്മൾ ഓർത്താൽ മതി. കത്തി വെച്ച് കുത്തി കൊന്നു എന്ന് ആലോചിക്കുക. അപ്പം എങ്ങനെയാണ് നൈഫ് എന്ന് പറയുന്നത് നമുക്ക് സൽമാൻ റുഷ്ഡി എന്ന് നമുക്ക് ഡൈ കത്തി വെച്ച് കുത്തി നമ്മൾ മരിക്കുമല്ലോ. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ബുക്ക് അത് സാം പിത്രോഡ എന്ന് പറയുന്ന ആളുടെ ബുക്കാണ്. ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ബുക്ക് സാം പിത്രോഡയുടെ ബുക്കാണ്. അടുത്തത് വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഷെയ്ൻ വാട്സന്റെ ബുക്കാണ്. ഷെയ്ൻ വാട്സൺ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ്. അപ്പോൾ ആളുടെ ബുക്കാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ബുക്ക്. ആരുടേതാണ്? ഷെയ്ൻ വാട്സന്റെ ബുക്കാണ്. പിന്നെ ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന് പറയുന്ന ബുക്ക് അത് റിലീസ് ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് റിലീസ് ചെയ്തത് PS ശ്രീധരൻ പിള്ളയാണ്. ഓഥർ അല്ല ചോദിച്ചിരിക്കുന്നത്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന് പറയുന്ന ബുക്ക് റിലീസ് ചെയ്തത് ആരാന്നാണ് ചോദിച്ചത്. അത് ഗോവയിലെ ഗവർണർ ആയിട്ടുള്ള PS ശ്രീധരൻ പിള്ളയാണ് ഇത് എന്ത് ചെയ്തത്? ഈ ഒരു ബുക്ക് റിലീസ് ചെയ്തത്. പിന്നെ ഇന്ത്യ ദ റോഡ് ടു റിനൈൻസസ് എ വിഷൻ ആൻഡ് ആൻ അജണ്ട എന്ന് പറയുന്ന ബുക്ക് ഭീമേശ്വര ചാല എന്ന് പറയുന്ന ആളുടെ ബുക്കാണ്. ഭീമേശ്വര എന്ന് പറയുന്ന ആളുടെ ബുക്കാണ് എന്ത്? ദ റോഡ് ടു റിനൈസൻസ് വിഷൻ ആൻഡ് ആൻ അജണ്ട എന്ന് പറയുന്ന ബുക്ക്. ജസ്റ്റ് എ മെർക്കൻറി ബുക്ക് ഹാസ് ബീൻ റിട്ടൺ ബൈ ആരാണ്? ജസ്റ്റ് എ മെർക്കൻറി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് അത് എഴുതിയതാണ് ദുവൂരി സുബ്ബരാവു എന്ന് പറയുന്ന ആള് നേരത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഗവർണർ ആയിരുന്നു. ഫോർമർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഗവർണർ ആയിട്ടുള്ള ദുവൂരി സുബ്ബരാവു എന്ന് പറയുന്ന ആളുടെ ബുക്കാണ് ജസ്റ്റ് എ മെർക്കൻറി എന്ന് പറയുന്ന ബുക്ക്. പിന്നെ ദ ലോ ആൻഡ് സ്പിരിച്വാലിറ്റി റീകണക്റ്റിംഗ് ദ ബോണ്ട് എന്ന് പറയുന്ന ബുക്ക് ഇത് രണ്ടുപേര് ആയിട്ട് എഴുതിയതാണ്. രാമൻ മിറ്റാൽ ആൻഡ് സീമ സിംഗ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയ ബുക്കാണ് ലോ ആൻഡ് സ്പിരിച്വാലിറ്റി റീകണക്റ്റിംഗ് ദ ബോണ്ട് എന്ന് പറയുന്ന ബുക്ക്. ഫ്രം എ കാർ ഷെഡ് ടു ദ കോർണർ റൂം ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ബുക്ക് എസ് രാമന്റെ ബുക്കാണ്. ഫ്രം എ കാർ ഷെഡ് ടു കോർണർ റൂം ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ബുക്ക്. അടുത്തത് സ്കൾപ്റ്റഡ് സ്റ്റോൺ മിസ്റ്റീരിയസ് ഓഫ് മാമല്ലപുരം എന്ന് പറയുന്നത്. മാമല്ലപുരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മഹാബലിപുരം തന്നെയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ നേരത്തെ ഒരു പഴയ ടൗൺ ആണ്. അപ്പോൾ ഈ ഒരു സ്കൾപ്റ്റഡ് സ്റ്റോൺ മിസ്റ്ററീസ് ഓഫ് മാമല്ലപുരം എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് ആരാ എഴുതിയത്? അത് എഴുതിയത് അശ്വിൻ പ്രഭു എന്ന് പറഞ്ഞ ആളാണ് അത് എഴുതിയത്. അത് മാമല്ലപുരം ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? മഹാബലിപുരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡാബ്ലിംഗ് ഇൻ ഡിപ്ലോമസി എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ST മുനി എന്ന് പറയുന്ന ആളാണ് ഡാബ്ലിംഗ് ഇൻ ഡിപ്ലോമസി എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ. പിന്നെ സ്വപ്നകൂട് എന്ന് പറയുന്ന ബുക്ക് ആരാന്ന് ചോദിച്ചാൽ ആ ബുക്ക് ആരുടേതാണ്? P വിക്രമിന്റെ ആണ്. എന്തെന്ന് പറഞ്ഞത്? സ്വപ്നകൂട് എന്ന് പറയുന്ന ബുക്ക് P വിക്രമിന്റെ ആണ്. അത് ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ N ചന്ദ്രബാബു നായിഡു, അതായത് ആന്ധ്രാപ്രദേശ് CM ആയിട്ടുള്ള N ചന്ദ്രബാബു നായിഡു ആണ് ഈ ഒരു ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ബുക്ക് MJ അക്ബറിന്റെ അതുപോലെ തന്നെ നാഥ്പാൽ സിംഗിന്റെയും ഒരു രണ്ടുപേരുടെയും കൂടി ബുക്കാണ് ഗാന്ധി എ ലൈഫ് ഇൻ 3 ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്.
പിന്നെ മോദി എനർജൈസിങ് എ ഗ്രീൻ ഫ്യൂച്ചർ എന്ന് പറയുന്ന ബുക്ക് അത് ആരുടേതാണ്? അത് ഭൂപേന്ദ്ര യാദവിൻ്റെ ബുക്കാണ്. ഇത് പബ്ലിഷ് ചെയ്തത് പെൻറ്റഗൺ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് എഡിറ്റ് ചെയ്യുന്നത് RK പഞ്ചനന്ദ ആൻഡ് ബിബേക് ഡെബ്രോ. ഇത് രണ്ടുപേരുമാണ് ഇത് എഡിറ്റ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്ത ആരാണ്? പെൻറ്റഗൺ പ്രസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ മോദി എനർജൈസിങ് എ ഗ്രീൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആരുടേതാണ്? ഭൂപേന്ദ്ര യാദവിൻ്റെ ബുക്കാണ്. ഇനിയും സംസ്കൃതി കെ ആയാം എന്ന് പറയുന്ന ബുക്ക് അത് എഴുതിയത് മനോരമ മിശ്ര എന്ന് പറഞ്ഞ ആളാണ് സംസ്കൃതി കെ ആയാം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്. പിന്നെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആ ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്? MM നരവാനി എന്ന് പറഞ്ഞ ആളാണ്. അതായത് മനോജ് മുകുന്ദ് നരവാനി എന്ന് പറഞ്ഞ ആളാണ്. ആള് ഇന്ത്യൻ ആർമിയുടെ നേരത്തെ ചീഫ് ആയിരുന്നു. അപ്പോൾ ആൾ എഴുതിയ ബുക്കാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. പിന്നെ ഏക് സമന്ദർ മേരെ അന്തർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് സഞ്ജീവ് ജോഷി എന്ന് പറഞ്ഞ ആളാണ് ഏക് സമന്ദർ മേരെ അന്തർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത്. ആസാംസ് ബ്രേവ് ഹാർട്ട് ലാച്ചിത് ബർഫൂക്കൻ എന്ന് പറഞ്ഞ ബുക്ക് ഇത് ലോഞ്ച് ചെയ്തത് ആരാ ചോദിച്ചാൽ അമിത്ഷാ ആണ് ലോഞ്ച് ചെയ്തത്. ആസാംസ് ബ്രേവ് ഹാർട്ട് ലച്ചിത് ബർഫൂക്കൻ എന്ന് പറഞ്ഞ ബുക്ക് ആരാ ലോഞ്ച് ചെയ്തത്? അമിത്ഷാ ആണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, എത്രയാണ് നമ്മുടെ 2024-2025 മെയിൻ ആയിട്ടുള്ള ബുക്കുകൾ. ഇത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഇനി നമുക്ക് 2023 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. ജസ്റ്റ് ഇത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. 2024-2025 നന്നായിട്ട് നോക്കുക. അതിന് ശേഷം നിങ്ങൾ 2023 നോക്കിയാൽ മതി. അപ്പം ദ റിസർവ് സിംഗ് കോളനിസം ടു കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ബുക്കിൻ്റെ ഓതർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അശോക് ടാൻഡൻ ആണ് അതിൻ്റെ ഓതർ. ഇത് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പൂരി. അപ്പം പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പൂരിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇത് ആരെ എഴുതിയെന്ന് ചോദിച്ചാൽ അശോക് ടാൻഡൻ ആണ് എന്ത് ചെയ്തത്? ഇത് ലോഞ്ച് ചെയ്തത്. ദ റിസർവ് സിംഗ് കൊളോണിയലിസം ടു കോപ്പറേഷൻ എന്ന് പറയുന്ന ബുക്ക്. ദ ബുക്ക് ഓഫ് ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ഇത് എഴുതിയത് വിവേക് അഗ്നിഹോത്രിയാണ്. എന്ത് എഴുതിയത്? ദ ബുക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എഴുതിയിട്ട്. അപ്പോൾ വിവേക് അഗ്നിഹോത്രിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി ഫയർ ഓൺ ഗംഗാസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാ? രാധിക അയ്യൻകാർ ആണ് ഫയർ ഓൺ ദി ഗംഗാസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. അടുത്തത് പിച്ച് സൈഡ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് എഴുതിയത് ആരാണ്? അമൃത് മഥൂർ എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്തത്? പിച്ച് സൈഡ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇനിയും റീസെൻ്റ് ആയിട്ട് നമ്മൾ PM എന്ത് ചെയ്തിട്ടുണ്ട്? 3 ബുക്കുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പനനി അഷ്ടദായി ഭാഷ്യ, പിന്നെ രാമനന്ദ ആചാര്യ ചരിതം, പിന്നെ രാഷ്ട്രലീല ഓഫ് ലോർഡ് ശ്രീ കൃഷ്ണ. ഇത് ഇത്രയും 3 ബുക്കുകൾ എന്താണ് നമ്മുടെ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ PM. ഇത് 3 എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ രാമഭദ്രാചാര്യ ജി മഹാരാജ് എന്ന് പറഞ്ഞ ആളാണ് ഈ 3 ബുക്കും എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? പനിനി അഷ്ടധ്യായി ഭാഷ്യ, പിന്നെ രാമനന്ദ ആചാര്യ ചരിതം, പിന്നെ രാഷ്ട്രലീല ഓഫ് ലോർഡ് ശ്രീ കൃഷ്ണ. ഇത്രയും ഈ 3 ബുക്ക് എഴുതിയത് ആരാണ്? രാമഭദ്രാചാര്യ ജി മഹാരാജ് ആണ് എഴുതിയിട്ടുള്ളത്. ഇത് 3ഉം റിലീസ് ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്ററും ആണ്. ഇനി അടുത്ത ബുക്ക് കാർഗിൽ എക് യാത്രി കി ജുബാനി എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണ്? ആ ബുക്കിന്റെ ഓതർ ഋഷി രാജാണ്. ആ ഒരു ബുക്കിന്റെ ഓതർ എന്താണ്? കാർഗിൽ എക് യാത്രി കി ജുബാനി എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ. ഇനി who is the author of the book titled How Prime Ministers Decide എന്ന് പറയുന്ന ബുക്ക് ഇതാരാണ് എഴുതിയത്? How Prime Ministers Decide എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണ്? നീരജ ചൗധരി എന്ന് പറയുന്ന ആളാണ് ആ ബുക്കിന്റെ ഓതർ. ഇനി മൺസൂൺ എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ അഭയ് കെ ആണ്. മൺസൂൺ എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ അഭയ് കെ. പിന്നെ ദ ലൈഫ് വിഷൻ സോങ്സ് ഓഫ് കബീർ ഇതൊക്കെ എഴുതിയത് ആരാണ്? വിപുൽ റിക്കി എന്ന് പറയുന്ന ആളാണ് ലൈഫ് വിഷൻ ആൻഡ് സോങ്സ് ഓഫ് കബീർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുള്ളത്. പിന്നെ ആസ് ദ വീൽ ടേൺസ് ഇത് റിലീസ് ചെയ്ത് നമ്മൾ നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വെങ്കയ്യ നായിഡു എന്ന് പറഞ്ഞ ആളാണ് ആസ് ദ വീൽസ് ടേൺ എന്ന് പറയുന്ന ബുക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡോക്ടർ APJ കലാം മെമ്മറീസ് നെവർ ഡൈ എന്ന് പറഞ്ഞത് 2 ഓതേഴ്സ് ഉണ്ട് ആ ബുക്കിന്. ഡോക്ടർ നസീമ മരൈഖയർ ആൻഡ് ഡോക്ടർ YS രാജൻ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്
ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മെമ്മറീസ് നെവർ ഡൈ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇത് റിലീസ് ചെയ്തത് അമിത് ഷാ ആണ് റിലീസ് ചെയ്തത്. മറ്റേ ആസ് ദ വീൽ ടേൺസ് എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വെങ്കയ്യ നായിഡു ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ദ യോഗ സൂത്ര ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ ആരാന്ന് ചോദിക്കാം. എനിക്ക് രൂപ ഭായ് ആണ് അതായത് യോഗ സൂത്ര ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ബുക്കിന്റെ ഓഥർ. അടുത്ത കളേഴ്സ് ഓഫ് ഡിവോഷൻ. കളേഴ്സ് ഓഫ് ഡിവോഷൻ എന്ന് പറയുന്ന ബുക്ക് അനിത ഭരത് ഷാ ആണ് എഴുതിയത്. കളേഴ്സ് ഓഫ് ഡിവോഷൻ ആരാ എഴുതിയത്? അനിത ഭരത് ഷാ ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഓഥർ ആരാണ്? ടി എൻ സേഷൻ എന്ന് പറയുന്ന ആളാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുള്ളത്. പിന്നെ മായ മോദി ആസാദ് ദളിത് പൊളിറ്റിക്സ് ഇൻ ദ ടൈം ഓഫ് ഹിന്ദുത്വ എന്ന് പറഞ്ഞ ബുക്ക് അതിൻ്റെ ഓഥർ ആരാന്ന് ചോദിച്ചാൽ സുധാഭായും സജ്ജൻ കുമാറും ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ പ്രിസം ദ ആൻസെസ്ട്രൽ അബോർഡ് ഓഫ് റെയിൻബോ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓഥർ വിനോദ് മങ്കേരിയും ആൻഡ് ഇന്ത്യ റൈസിംഗ് മെമ്മർ ഓഫ് സയൻറ്റിസ്റ്റ് അതിൻ്റെ ഓഥേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ആർ സീതാംബരം ആൻഡ് സുരേഷ് ഗംഗോത്ര ഇവരിത്രയാണ്. അപ്പോൾ അത് 3 ബുക്സ് പറയുന്നുണ്ട്. മായ മോദി ആസാദ് ദളിത് പൊളിറ്റിക്സ് ഇൻ ദ ടൈം ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന ബുക്ക് 2 പേര് ചേർന്നാണ് എഴുതിയത്. ഒന്ന് സുധാഭായും പിന്നെ സജ്ജൻ കുമാറും. പിന്നെ പ്രിസം ദ ആൻസെസ്ട്രൽ അബോർഡ് ഓഫ് റെയിൻബോ എന്ന് പറയുന്ന ബുക്ക് അതിൻ്റെ ഓഥർ ആരാന്ന് ചോദിച്ചാൽ വിനോദ് മൻഖരെയാണ് അതിൻ്റെ ഓഥർ. ഇന്ത്യ റൈസിംഗ് മെമ്മർ ഓഫ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ആ ബുക്കിൻ്റെ ഓഥേഴ്സ് 2 പേരുണ്ട്. ആർ ചീതാംബരം പിന്നെ സുരേഷ് ഗംഗോത്ര എന്ന് പറയുന്ന ആൾ. ഇനി അടുത്തത് കഥകളി ഡാൻസ് തിയേറ്റർ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഓഥർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ കെ ഗോപാലകൃഷ്ണനാണ്. ഈ കഥകളി ഡാൻസ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്താണ് ഈ ഒരു കഥകളിയുടെ ആ ഒരു വിഷ്വൽ നറേറ്റീവ് അത് നമുക്ക് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എൻ്റെ ഓഥർ ആരാ? കെ കെ ഗോപാലകൃഷ്ണനാണ്. കഥകളിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കഥകളി. പിന്നെ റിംഗ് സൈഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാന്ന് ചോദിക്കാൻ അതിൻ്റെ ഓഥർ ആരാ? റിംഗ് സൈഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓഥർ ഡോക്ടർ വിജയ് ദാർഡെ ആണ്. ഇത് റിലീസ് ചെയ്ത് ശശി തരൂർ ആണ്. അപ്പോൾ ഡോക്ടർ വിജയ് ദാർഡയുടെ ബുക്കാണ് റിംഗ് സൈഡ്. അത് റിലീസ് ചെയ്ത് ശശി തരൂരാണ് അത് റിലീസ് ചെയ്തത്. അടുത്തത് നളന്ദ. നളന്ദ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓഥർ എന്ന് പറഞ്ഞാൽ അഭയ് കെ ആണ്. നളന്ദ എന്ന് പറയുന്ന ബുക്കിൻ്റെ ഒരു ഓഥർ. ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ലോകത്ത് തന്നെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ജേർണീനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ബുക്കിനകത്ത് പറയുന്നത്. അപ്പോൾ നളന്ദ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്? അഭയ് കെ ആണ് എഴുതിയിരിക്കുന്നത്. അജയ് ടു യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ബുക്ക് ശാന്തനു ഗുപ്തയുടെ ബുക്കാണ്. എന്താ? അജയ് ടു യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ബുക്ക്. പിന്നെ ഇന്ത്യാസ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് അത് എഴുതിയത് എ കെ ഭട്ടാചാര്യാണ് എന്ത് എഴുതിയത്? ഇന്ത്യാസ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. പിന്നെ കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ ഇത് എഴുതിയതാരാ? ഇത് ശശി ശേഖർ ആണ് എഴുതിയത്. ഇതിനകത്ത് നമ്മുടെ മൻ കി ബാത്ത് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിൻ്റെ ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് അത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുക. അതിനെ പറ്റിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. മൻ കി ബാത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ഈ ഒരു ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആരെ എഴുതിയെന്ന് ചോദിച്ചാൽ ശശി ശേഖർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സിന ഹിൽസ് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് അത് എഴുതിയിരിക്കുന്നത് ആരാ? അത് എഴുതിയത് കസ്തൂരി റായ് ആണ് എഴുതിയത്. ദ്രൗപദി മുർമു എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 15ാമത്തെ പ്രസിഡന്റ് ആണ്. അതുപോലെ ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് കൂടിയാണ് ആര്? ദ്രൗപദി മുർമു. അപ്പോൾ ആളുടെ പറ്റി പറഞ്ഞിട്ടുള്ള ബുക്കാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ്സ് ടു റെയ്സിന ഹിൽസ് എന്ന് പറയുന്നത്. ആരെ എഴുതിയത്? കസ്തൂരി റായ് ആണ് എഴുതിയത്. പിന്നെ ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയുന്ന ബുക്ക് റസ്കിൻ ബോണ്ടിന്റെ ബുക്കാണ്. ദ ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്മോക്ക് ആൻഡ് ആഷസ് അത് ആരുടെ ബുക്കാണ്? സ്മോക്ക് ആൻഡ് ആഷസ് അമിതാവ് ഘോഷിന്റെ ബുക്കാണ് സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്ന ബുക്ക്. അടുത്ത ഗാന്ധി സിയാസ്ത് ഓർ സമപ്രത്യാക്ത എന്ന് പറയുന്ന ബുക്ക് പീയൂഷ് ബാവലയുടെ ബുക്കാണ്. സച്ചിൻ അറ്റ് 50 സെലിബ്രേറ്റിംഗ് എ മെയ്സ്ട്രോ അത് എഴുതിയത് ആരാ? ഭോരിയ മജുംദാർ ആണ് എഴുതിയത്. പിന്നെ ക്രോസ് കോർട്ട് അത് ടെന്നീസ് ലെജൻഡ് ആയിട്ടുള്ള ജയ്ദീപ് മുഖർജിയ എന്ന് പറയുന്ന ആളുടെ ബുക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബുക്സ് ആൻഡ് ഓതേഴ്സിലുള്ളത്.
ഇതിൽ തന്നെ നമ്മൾ പവർ വിത്തിൻ എന്ന് പറയുന്ന ബുക്ക് ആരാ എഴുതിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പവർ വിത്തിൻ എന്ന് പറയുന്നത് ഡോക്ടർ ആർ സുബ്രഹ്മണ്യത്തിൻ്റെ ബുക്കാണ്. അപ്പം ഇത്രയാണ് നമുക്ക് 2025, 24 പിന്നെ 23 കുറച്ച് ബുക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്കിങ്ങനെ ചുമ്മാ പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂ. ഫുൾ അങ്ങനെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നോക്കിയാൽ മതി. ഗ്രൂപ്പിൽ ഷെയർ